ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇത് ഏരൂർ ശ്രീ മഹാ നരസിംഹസ്വാമി ക്ഷേത്രമാണ്. ഞാൻ രാവിലെ അമ്പലത്തിൽ വന്നതാണ്. ഇന്ന് ഇവിടുത്തെ അമ്മ മരിച്ചിട്ട് 6 വർഷം തിരിയുന്ന ദിവസമാണ്. അപ്പോഴും നമ്മൾ പിതൃപൂജയ്ക്കും അതുപോലെ തിലഹോമത്തിനുമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ വന്ന് അതൊക്കെ വാങ്ങിക്കണം. തലേ ദിവസം തന്നെ നമ്മൾ റെസിപ്റ്റൊക്കെ എഴുതി അവിടെ സമർപ്പിക്കണം. അന്നേരം പിറ്റേ ദിവസം വന്നാലാണ് അതെല്ലാം നടത്തി തരികയുള്ളൂ. അങ്ങനെ രാവിലെ ഞാൻ അമ്പലത്തിൽ വന്നതാണ്. അങ്ങനെ പൂജകളൊക്കെ കണ്ടു തൊഴുതു. ഇനി പിതൃപൂജയുടെ പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അമ്പലത്തിനുള്ളിൽ പ്രവേശിക്കാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് ചുറ്റമ്പലത്തിന് ചുറ്റുമുള്ള ബാക്കി ക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുതതിന് ശേഷമാണ് നമുക്ക് പിതൃപൂജയുടെ പ്രസാദം കിട്ടത്തുള്ളൂ. ഇതാണ് പിതൃപൂജ നടത്തി തന്നത്. ചോറും എള്ളും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഇതാണ് തരുന്നത്. അത് നമ്മൾ തെക്ക് വശത്ത് കൊണ്ടുവന്ന് കാക്കയ്ക്ക് വെച്ചിട്ട് പിന്നീട് നമ്മൾ അമ്പലത്തിനുള്ളിൽ കയറാൻ പാടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ കഴിപ്പിച്ചു. അതൊക്കെ വാങ്ങി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിന്നീട് ഞങ്ങൾ അഞ്ചൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്, ഹോസ്പിറ്റലിൽ പോയതാണ്. അവിടെ അലർജിയുടെ, ഞാൻ പറഞ്ഞില്ലേ, അലർജിക്ക് ചുമയും അതേപോലെ തുമ്മലും ഒക്കെ മോൾക്കും എനിക്കും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഹോസ്പിറ്റലിൽ പോയതാണ്. എല്ലാ ചൊവ്വാഴ്ചയും മാത്രമേ ഈ അലർജിയുടെ ഡോക്ടറുള്ളൂ. അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നല്ല തിരക്കുണ്ട് ആ ഡോക്ടറെ കാണുന്നതിന് വേണ്ടിയിട്ട്. ഈ അലർജി ഡോക്ടർ ചൊവ്വാഴ്ച മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ അലർജിയെക്കുറിച്ചൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലിട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്തിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിന്നെ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങുന്നതാണ് കാണുന്നത്. ഏകദേശം ഒരു ഉച്ചയായി ഡോക്ടറെയൊക്കെ കണ്ടു വന്നപ്പോഴത്തേക്കിന്. പിന്നീട് ബ്ലഡ് ടെസ്റ്റിനൊക്കെ കൊടുക്കണമായിരുന്നു, അതെല്ലാം കൊടുത്തു. പിന്നീട് മരുന്നൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ്. പിന്നീട് ഇനി ഉച്ച സമയമായല്ലോ, ഇനി വീട്ടിലെത്തിയിട്ട് ചോറൊക്കെ ഉണ്ണണം. 2 മണി 2:30 മണിയോളം ആയി അപ്പോഴത്തേനും ആശുപത്രിയിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പം. പിന്നീട് വീട്ടിലെത്തി ചോറൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. എനിക്കറിയാം എപ്പോഴായാലും അവിടെ പോയാൽ ഒരുപാട് താമസിക്കുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയത്. എന്നിട്ട് ചോറുണ്ണാനുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ എന്തോ ചോറ്, ബീട്രൂട്ട് തോരനുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ കപ്പ ചീനി വേവിച്ചത് ഉണ്ടായിരുന്നു. അത് പിന്നെ കുറച്ച് കറി വേറെ കഴിഞ്ഞ ദിവസം ഇറച്ചി കറി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് കറിയൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഒരു തട്ടിക്കൂട്ട് ചോറ് കൂട്ടിയാണ് ഇന്നത്തെ ഉച്ചയ്ക്ക് നടക്കുന്നത്. അങ്ങനെ കപ്പ വേവിച്ചത് കുറച്ച് മതി. എനിക്ക് ആണെങ്കിൽ കുറച്ച് കപ്പ കഴിക്കുമ്പോഴത്തേന് വയറ്റിൽ ഭയങ്കര ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പം കപ്പയൊക്കെ കുറച്ചേ കഴിക്കത്തുള്ളൂ. പക്ഷെ ചക്ക തിന്നാൽ കുഴപ്പമില്ല, ഈ കപ്പ തിന്നുമ്പോഴാണ്. അത് ചിലർ പറയുന്നേക്കാം 2-3 വെള്ളം ഊറ്റിയൊക്കെ ഇളഞ്ഞിട്ട് വേവിച്ചാൽ കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ബീട്രൂട്ട് തോരനും കപ്പ വേവിച്ചതും പിന്നെ ഇറച്ചിക്കറി ഉണ്ടായിരുന്നു. പിന്നീട് പിന്നെന്തോ ഒരു കറിയും കൂടെ ഉണ്ടല്ലോ, മാങ്ങാ ചമ്മന്തി. അത് ഇപ്പോഴും നല്ല മാങ്ങയുടെ സീസണാണല്ലോ, അന്നേരം മാങ്ങ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ചിട്ട് പച്ചമാങ്ങ വെച്ചിട്ട് ചമ്മന്തി അരച്ചു. പിന്നെ മോരുണ്ടായിരുന്നു. പിന്നെ മോര് ഞാൻ ഒഴിച്ചില്ല, ഇറച്ചി ഉള്ളതുകൊണ്ട് ഞാൻ ഇറച്ചിയുടെ കൂടെ പുളിശ്ശേരി കുഴപ്പമില്ല, നമ്മൾ മോര് അങ്ങനെ കഴിച്ചുകൂടെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് എന്തായാലും ഞാൻ മോരെടുത്തിട്ടില്ല. അങ്ങനെ ചോറ് കൊണ്ടുവന്ന് ഞങ്ങൾ കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. നന്നായിട്ട് വിശന്നു, അതുകൊണ്ട് പെട്ടെന്ന് ചോറുണ്ണാന്നുള്ള തയ്യാറെടുപ്പാണ്. മോര് ഞാൻ കാണിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ എടുത്തിട്ടില്ല. ഒഴിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്, പക്ഷേ വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ചോറുണ്ണുകയാണ്. ഒരുപാട് കറിയായിപ്പോയില്ല, ഇത്രയും കറിയൊന്നും വേണ്ട ചോറുണ്ണുന്നതിന്. എനിക്കാണെങ്കിൽ സത്യത്തിൽ ആ മാങ്ങാ ചമ്മന്തിയും ചോറും മാത്രം കഴിക്കുന്നതാണ് ഇഷ്ടം. അത് കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത്രയും ആഡംബരമുള്ള കറികളൊന്നും വേണമെന്നില്ല. പിന്നെ വിശപ്പിൻ്റെ വിശപ്പ് ഒരുപാട് നന്നായിട്ട് വിശന്നല്ലോ. 2:30 മണിയെങ്ങാണ്ടായി അപ്പോഴത്തേന് ചോറിന്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിട്ട് കഴിക്കാൻ തുടങ്ങിയപ്പം അങ്ങനെ ചോറുണ്ണുകയാണ്. മറ്റവരൊക്കെ കഴിച്ചിട്ട് പോയി, ലാസ്റ്റിൽ ഞാനാണ് ഇരുന്ന് കഴിക്കുന്നത്. എല്ലാവർക്കും വിശന്നത് കൊണ്ട് അവരൊക്കെ എളുപ്പം കഴിച്ചിട്ട് പോയി. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.